നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീൻ സൂപ്പർ താരം ഹോസെ മാനുവൽ ലോപ്പസ്, ഫ്ലാക്കോ ലോപ്പസ് ഇരട്ട ഗോളുകളുമായിട്ട് മിന്നിക്കത്തിയ മത്സരം. കോപ്പ ഡു ബ്രസീലിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ സാന്റോസിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നു. പാൽമിറാസ് 3-0 സാന്റോസ് പൊട്ടി തകർന്നു. ഹോസെ മാനുവൽ ലോപ്പസ് ഇരട്ട ഗോളുകളും പെരീരയുടെ ഒരു ഗോളും, അങ്ങനെ 3-0 പാൽമിറാസ് സാന്റോസിനെ തകർത്തിരിക്കുന്നത്. മത്സരത്തിൽ സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിക്കാൻ നെയ്മർ ഉണ്ടായിരുന്നില്ല. നെയ്മർ ഇങ്ങനെയുള്ള ക്ലാസിക് പോരാട്ടങ്ങൾ, എവേ മത്സരങ്ങൾ, സ്വന്തം മൈതാനത്ത് കളിക്കുന്നുണ്ട്, എവേ മത്സരങ്ങളിൽ കളിക്കാതിരിക്കുന്നത് തുടർക്കഥയാവുകയാണ്. വെറുതെ പറയുന്നതല്ല. ആകെ നെയ്മർ കളിച്ചത് പുലിസ്റ്റാവോയിൽ കൊറിന്ത്യൻസിനെതിരെ 2025 എവേ മത്സരം കളിച്ചു. പിന്നെ പുലിസ്റ്റാവോയിൽ വീണ്ടും കൊറിന്ത്യൻസുമായിട്ട് മുട്ടേണ്ടി വന്നപ്പോൾ അദ്ദേഹം കളിച്ചില്ല. ബ്രസീലിയറോയിൽ 2025 സാവോപോളയോട് കളിച്ചില്ല. ബ്രസീലിയറോയിൽ 2025 കൊറിന്ത്യൻസിനോട് കളിച്ചില്ല. ബ്രസീലിയറോയിൽ 2025 പാൽമിറാസിനോട് കളിച്ചില്ല. പുലിസ്റ്റാവോയിൽ 2026 പാൽമിറാസിനോട് കളിച്ചില്ല. പുലിസ്റ്റാവോയിൽ 2026 സാവോപോളയോട് കളിച്ചില്ല. ബ്രസീലിയറോയിൽ 2026 പാൽമിറാസിനോട് കളിച്ചില്ല. ഇങ്ങനെ നെയ്മർ ഒന്നിനു പുറകെ ഒന്നായിട്ട് സുപ്രധാന മത്സരങ്ങൾ കളിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് എവേ മത്സരങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. പൊട്ടി തകർന്നിരിക്കുന്നു സാന്റോസ്. ഈ ഒരു മത്സരത്തിൽ ഗാബിഗോളിനെ ആദ്യ ലെവലിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. കബയോറയും അറാവോയും അതുപോലെ തന്നെ റോൾ ഹെയ്സറും വഴിയിലും ചേർന്നുകൊണ്ടാണ് ഇവരുടെ മുന്നേറ്റങ്ങൾ, സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ മറുഭാഗത്ത് വിക്ടർ റോക്കും ഹോസെ മാനുവൽ ലോപ്പസും ചേർന്നുകൊണ്ടാണ് പാൽമിറാസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ആധിപത്യം പാൽമിറാസ് പുലർത്തുന്നു. ഹോസെ മാനുവൽ ലോപ്പസ് അവരെ 34-ാമത്തെ മിനിറ്റിൽ മുന്നിലെത്തിച്ചു. അതിൻ്റെ അസിസ്റ്റ് കൊടുത്തത് പെരീരയായിരുന്നു. പിന്നീട് ആൻഡ്രിയാസ് പെരീര 45-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോള് കണ്ടെത്തിയപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായി കഴിഞ്ഞിരുന്നു പാൽമിറാസ്. രണ്ടാം പകുതിയിൽ ഗബ്രിയൽ ബർബോസ എന്ന ഗാബിഗോളിനെ കളിക്കളത്തിലേക്ക് വിട്ടെങ്കിലും ഒന്നും തിരിച്ചു പിടിക്കാൻ സാന്റോസിനായില്ല. ഹോസെ മാനുവൽ ലോപ്പസ് 61-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോൾ അടിച്ചതോടുകൂടി ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർപ്പൻ ജയം തന്നെ പാൽമിറാസ് നേടിയിരിക്കുകയാണ് സാന്റോസിന് മേൽ. ഇനിയിപ്പോൾ കോപ്പ ഡു ബ്രസീലിൻ്റെ 2ാം പാദ മത്സരം സാന്റോസിൻ്റെ മൈതാനത്ത് നടക്കുമ്പോൾ നെയ്മർ മടങ്ങിയെത്തുമായിരിക്കും. പക്ഷേ ഈ 3 ഗോളിൻ്റെ കടം വീട്ടിയിട്ടൊക്കെ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.